ടീച്ചേഴ്സ് എല്ലാവരും പൊതുവേ നല്ല സപ്പോർട്ടീവ് ആണ്. ഒന്നിനും നമ്മൾ പിടിച്ചു വെക്കൊന്നുമില്ല. ഇനി പഠിത്തമല്ല, ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇപ്പോൾ കലോത്സവം, സ്കൂൾ കലോത്സവം വന്നു, സബ് ജില്ല, എല്ലാത്തിനും ഇവിടുന്ന് കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ജൂബിലി സമ്മാനമായിട്ടാണ് ഫിദ റൈഹാന്റെ ഈ നേട്ടം ഞങ്ങൾ കാണുന്നത്. 10 കഴിഞ്ഞപ്പോൾ വളരെയധികം വിശ്വാസത്തോടെയാണ് ഞാൻ കാർഡിനലിൽ കൊണ്ടുപോയി ചേർത്തത്. പുറകോട്ടായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ ഫിദേനെയാണ് ഏൽപ്പിച്ചു കൊടുക്കാറ്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്കും വലിയൊരു ആശ്രയമായിരുന്നു ഫിദ. സ്കൂളിൻ്റെ തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ഫിദ നല്ല കുട്ടിയായിരുന്നു. എൻ്റെ പേര് ഫിദ റൈഹാൻ. ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുവാണ്. ഞാൻ തൃക്കാക്കര കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. 2022-24 ബാച്ചാണ്. കൊമേഴ്സ് മാത്സ് ബാച്ചായിരുന്നു. ഞങ്ങളുടെ ഇവിടെ D2 ബാച്ച് എന്നാണ് കൊമേഴ്സ് മാത്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ 1200-ൽ 1200 മാർക്കും നേടാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഡെഫിനറ്റ്ലി എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ പേരൻസ് എല്ലാവരുടെയും വളരെ സപ്പോർട്ടോടോട് മാത്രമാണ് ഇങ്ങനൊരു കാര്യം അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ആദ്യം പറയുമ്പോൾ നമ്മൾ സ്കൂളിനെ കുറിച്ച് പറയണമല്ലോ. 10 വർഷം വേറൊരു വിദ്യാലയത്തിൽ പഠിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ടെൻഷനായിട്ടാണ് വന്നത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ആകെ ജെല്ലായി പോയി. അത്യാവശ്യം നല്ല ഫ്രണ്ട്സ്, എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സ് എല്ലാം നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. എൻ്റെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് +1 റിസൾട്ട് വന്നപ്പോൾ ഒരു 2 മാർക്ക് ഇംഗ്ലീഷിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ടീച്ചേഴ്സാണ് ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ ടീച്ചേഴ്സ് ഇങ്ങനെ എൻ്റെ ചുറ്റും നിന്നിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം, അത് പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തതാണ്. ആൻഡ് ദൈവം സഹായിച്ച് ഇമ്പ്രൂവ് ചെയ്ത് അത് ഫുള്ളായി കിട്ടി. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ എക്സാം എഴുതിയതും. ടീച്ചേഴ്സിൻ്റെ തന്നെയായിരുന്നു കേട്ടോ മെയിൻ ആഗ്രഹം. അവർക്ക് സെപ്പറേറ്റ് ഫ്ലെക്സ് അടിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അതിനായിട്ട് വർക്ക് ചെയ്തതാണ്. ഡെഫിനറ്റ്ലി അവർ എപ്പോഴും നല്ല മോറൽ സപ്പോർട്ടായിട്ട്, അവർ ടീച്ചിങ് കൂടാതെ നമുക്ക് മെൻ്റലി മോറലി ഒക്കെ സപ്പോർട്ട് അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവരാണ് എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ എല്ലാം നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 10th റിസൾട്ട് വന്നപ്പോൾ 10th 98% ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി എല്ലാവരും പറയുന്നു സയൻസ് എടുക്കുന്ന എല്ലാവരും ഇങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട് എടുത്തതാണ് കൊമേഴ്സ് മാത്സ് എന്ന് പറഞ്ഞ കോഴ്സ്. മാത്സിനോട് പണ്ട് ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് ആ കൊമേഴ്സിൻ്റെ കൂടെ ഒന്ന് മാത്സും കൂടെ ആഡ് ചെയ്തിട്ട് എടുത്തത്. എന്നാലും ഇപ്പോഴും എൻ്റെ ഡിസിഷൻ ഒരു തെറ്റില്ലെന്ന് ഞാൻ ഇപ്പോഴും ഹാപ്പി ആയിട്ട് വിശ്വസിക്കുന്നു. പിന്നെ ഇനി നെക്സ്റ്റ് എന്താ ചോദിച്ചാൽ, ഇപ്പോൾ 12th കൂടെ തന്നെ ഞാൻ CA ഫൗണ്ടേഷൻ എക്സാമിന് ഓൺലൈനായിട്ട് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ലക്ഷ്യയിൽ ഓൺലൈൻ ബാച്ചിന് ജൂൺ മുതൽ തന്നെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ റെഗുലർ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ഫുൾ ഡേ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ജൂണിലാണ് അതിൻ്റെ എക്സാം രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ജൂണിൽ അതിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ അതാണ് ഇനി ആദ്യത്തെ പ്രൈം ഫോക്കസ്. അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്ന് തീരുമാനിക്കണം. ഞങ്ങളുടെ 10th റിസൾട്ട് വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. ജൂലൈ ഒരു 25-24 ഒക്കെ ആയപ്പോഴാണ് ആ കൊല്ലം ഞങ്ങളുടെ 10th റിസൾട്ട് വന്നത്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലായിടത്തെയും അഡ്മിഷൻസ് ഒക്കെ ഒരുവിധം ആയിട്ടുണ്ടായി. എന്നാലും നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, റിസൾട്ട് വരുമ്പോൾ തന്നെ അഡ്മിഷൻസ് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാം, ഇതാകും എന്നുള്ള ഇതിൽ തന്നെയാണ് കൊടുത്തത്. നോർമലി ഞങ്ങളുടെ നാട്ടിൽ എല്ലാ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഇവിടെ തന്നെ പഠിച്ചു പോകുന്നവർ. ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ആണെങ്കിലും ഇവിടെ ഒരുവിധം എല്ലാവരും ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ പഠിപ്പിച്ചു പോകുന്നവരാണ്. അപ്പോൾ ആ ഒരു അവരുടെയൊക്കെ ഒരു റെക്കമെൻഡേഷൻ അങ്ങനെ ഒരു ഇതായിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ആദ്യത്തെ കുറച്ച് നാൾ നമുക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എല്ലാം ഇവിടുത്തെ ഒരാളായിട്ട് മാറി. ഡെഫിനറ്റ്ലി ഒരു സ്കൂളിൽ എല്ലാ ദിവസവും നമ്മൾ കഷ്ടപ്പെട്ട് വരുന്ന പോലെ തോന്നിയിട്ടൊന്നുമില്ല. ഹാപ്പി ആയിട്ട് തന്നെയാണ് എല്ലാ ദിവസവും സ്കൂളിൽ വന്നത്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ എപ്പോഴും പറയും, എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ കിട്ടിയെന്ന് പറയും. എല്ലാവരെയും പറയണം, അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. എൻ്റെ ക്ലാസ് ടീച്ചർ രേണു മിസ്സിനെ നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ നല്ല ദേഷ്യത്തിൻ്റെ ക്യാരക്ടറുള്ള ഒരാളാണെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ കുറച്ച് നാൾ ആദ്യമൊക്കെ മിസ് നല്ല റിസർവ്ഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒട്ടും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഒരു +1 ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി മിസ്സും നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന് ആര് ഞങ്ങളുടെ ക്ലാസ്സിന് ചീത്ത പറഞ്ഞാലും മിസ് അവർക്ക് ഏതൊരു തിരിഞ്ഞ് അങ്ങനെ നമ്മുടെ ക്ലാസ്സായിട്ട് നല്ല ഒരു യൂണിറ്റി ആയിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ 60 പേരും ഒരുപോലെയായിരുന്നു. മിസ്സിനാണെങ്കിലും നമ്മളെല്ലാവരും ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരാൾക്ക് ഒരു ഇത് വന്നാൽ നമ്മൾ ക്ലാസ് എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് ഞങ്ങളുടെ സ്കൂളിന് അല്ലെങ്കിൽ നല്ല റെപ്യൂട്ടേഷനാണ്. നിഷ മിസ്, ശ്രീജ മിസ്, രേണു മിസ് എല്ലാവരെയും പറയണം. ഞാൻ ആരെയും വിട്ടുപോകാൻ പറ്റത്തില്ല. എമിലിയ മിസ്,
ഷെരൻ മിസ്, തോമസ് സാറ്, ജെറി സാറ് എല്ലാവരെയും പറയണം. പ്രിൻസിപ്പൾ മാർട്ടിൻ സാറ് മാത്സ് ആണ് മാർട്ടിൻ സാറിന്റെ സബ്ജക്റ്റ്. അതുകൊണ്ട് എപ്പോഴും മാർട്ടിൻ സാറിന് ഞങ്ങളുടെ ക്ലാസ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ഇടയ്ക്ക് മാത്സ് പീരീഡിലൊക്കെ മാർട്ടിൻ സാറ് കയറി വരെയും എന്തെങ്കിലുമൊക്കെ സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അല്ലെങ്കിൽ സാറിൻ്റെതായിട്ടുള്ള ടിപ്സ് പറഞ്ഞുതരികയൊക്കെ 1-2 തവണ ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ സാർ ഇപ്പോൾ കൊല്ലം റിട്ടയർഡ് ആയിരുന്നു. മാർട്ടിൻ സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഒക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് നമ്മൾ നടത്തി. ടീച്ചേഴ്സ് എല്ലാവരും പൊതുവേ നല്ല സപ്പോർട്ടീവ് ആണ്. ഒന്നിനും നമ്മൾ പിടിച്ചു വെക്കൊന്നുമില്ല. ഇനി പഠിത്തമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇപ്പോൾ കലോത്സവം, സ്കൂൾ കലോത്സവം വന്നു, സബ് ജില്ല, എല്ലാത്തിനും ഇവിടുന്ന് കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. പിന്നെ സ്പോർട്സ് ഡേ ഒക്കെ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു ഡേ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ സ്പോർട്സ് ഡേക്ക് നടത്തും. പിന്നെ സ്കൂൾ ടൂർ ആണെങ്കിലും കലോത്സവം ആണെങ്കിലും ആനുവൽ ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് എപ്പോഴും ഓർക്കാനുള്ള കുറേ മൊമെന്റ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മൊമെന്റ്സ് ആയിരിക്കും നമ്മൾ ഇനി ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പോകുന്നത്. ടീച്ചേഴ്സായിട്ട് സ്റ്റാഫ് റൂമിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ അവരവിടെ ഇരുന്ന് ഇങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറയുമ്പോഴും നമ്മളെ അവരൊരു പാർട്ടാക്കി മാറ്റും. നമ്മൾ ടീച്ചേഴ്സാണ് അങ്ങനെ ഭയങ്കര ഇതായിട്ട് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടാണ് മിക്ക ഇതിലും അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം. നമുക്ക് എമിലിയ മിസ്സിനയുടെ മാത്സ് ടീച്ചറാണ്. മിസ് നമ്മുടെ കൂടെ എപ്പോഴും ഏറ്റവും കൂടുതൽ ജോളി ആയിട്ട് നിന്നിട്ടുള്ളത് എമിലിയ മിസ്സാണ് കേട്ടോ. പിന്നെ രേണു മിസ് ആണെങ്കിലും നമ്മൾ ഞങ്ങളുടെ അമ്മയാണ് രേണു മിസ്സിനെയാണ് ഇവർ അങ്ങനെയാണ് പറയാറ്. സത്യമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും മിസ് ഓടി എല്ലാ ദിവസവും രാവിലെ വന്ന് മിസ് ഇവിടെ ഓടി വന്ന് നോക്കിയിട്ടേ സ്റ്റാഫ് റൂമിലിട്ട് വരെ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളെ ഇതാക്കിയത്. സ്കൂളിൽ സെലിബ്രേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓണം, ക്രിസ്മസ് ഒക്കെ എല്ലാ വർഷവും, ടീച്ചേഴ്സ് ഡേ, പിന്നെ ഇങ്ങനെ NSS സ്കൗട്ട് ഗൈഡ് പ്രവർത്തികളൊക്കെ സ്കൂളിൽ നല്ല സജീവമായിട്ട് നടക്കുന്നതാണ്. എല്ലാ കൊല്ലവും ഇവിടുത്തെ NSS ബാച്ച് എല്ലാം എല്ലാ വിശേഷ ദിവസങ്ങളിലും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ആണെങ്കിലും അങ്ങനെ എല്ലാം നടത്താറുണ്ട്. പിന്നെ ഓണം, ക്രിസ്മസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് എന്താവശ്യത്തിനും സ്കൂളിലായിട്ട് ഓടി വരാറുണ്ട്. മാനേജർ അച്ഛനാണെങ്കിലും അസിസ്റ്റൻറ്റ് മാനേജർ അച്ഛനാണെങ്കിലും ഒക്കെ എല്ലാ വിശേഷ അവസരങ്ങളും ഇവിടെ എത്താറുണ്ട്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. ആദ്യത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് വന്നപ്പോൾ മുതൽ അവരെല്ലാവരും ഇവിടെ ഉള്ളവരാണ്. പിന്നെ ഓണത്തിനും ക്രിസ്മസിനൊക്കെ നമ്മൾ സ്കൂളിൽ എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ ഓണക്കിറ്റും ക്രിസ്മസ് കിറ്റൊക്കെ നമ്മുടെ തന്നെ കൂട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. ഫിദ കൊമേഴ്സ് മാത്സിൽ അഡ്മിഷൻ എടുത്ത് പഠിച്ച കുട്ടിയാണ്. ഞങ്ങളുടെ എല്ലാ അധ്യാപകരുടെയും പഠിപ്പിക്കുന്നവരുടെയും പഠിപ്പിക്കാത്തവരുടെയും കണ്ണിലുണ്ണിയാണ് ഫിദ. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഫിദയ്ക്ക് ഫുള്ള് കിട്ടണമെന്ന്. ഫിദയ്ക്ക് അവൾ അർഹിച്ച മാർക്ക് തന്നെയാണത്. അല്ലാത്ത പരീക്ഷകൾക്കും എല്ലാം ഫിദയ്ക്ക് എപ്പോഴും ഫുള്ളാണ്. ഫിദ എല്ലാ കാര്യത്തിലും ഫുള്ളാണ്. ഫുൾ അറ്റൻഡൻസ്. ഈ 2 വർഷവും ഒരു ഹർത്താൽ ദിവസം പോലും ഫിദ സ്കൂളിൽ വരാതിരുന്നിട്ടില്ല. ഫുൾ അറ്റൻഡൻസ്. യൂണിഫോം ആണെങ്കിലും സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പക്ക ഫുൾ. ക്ലാസ്സിൽ 2 വർഷവും ക്ലാസ് ലീഡറായിരുന്നു. ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഫിദ എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പുറകോട്ടായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ ഫിദേനെയാണ് ഏൽപ്പിച്ചു കൊടുക്കാറ്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്കും വലിയൊരു ആശ്രയമായിരുന്നു ഫിദ. സ്കൂളിൻ്റെ തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ഫിദ നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് അവാർഡും ഫിദ വാങ്ങി. ഫിദയ്ക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. ഒട്ടും അത്ഭുതമില്ല. 1200-ൽ 1200 തന്നെ ആ കുട്ടി അർഹിക്കുന്ന മാർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിന് അഭിമാനമുണ്ട്. കാർഡിനൽ സ്കൂളിൻ്റെ 25 വർഷത്തെ ചരിത്രത്തിൽ എടുത്തു പറയാനായിട്ടല്ല പൊൻതൂവൽ തന്നെയാണ് ഫിദയുടെ ഈ വിജയം. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പലിനും സ്റ്റാഫിനും എല്ലാം. മോളുടെ വിജയത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഇതിനകത്ത് അധ്യാപകർക്കാണ് ഒരു മികച്ച പങ്കുള്ളത്. മോളെ 10 കഴിഞ്ഞപ്പോൾ വളരെയധികം വിശ്വാസത്തോടെയാണ് ഞാൻ കാർഡിനലിൽ കൊണ്ടുപോയി ചേർത്തത്. കൊമേഴ്സ് എടുപ്പിച്ചതും കൊമേഴ്സ് എൻ്റെ സബ്ജക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവളതിൽ വിജയിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുപോലെ ടീച്ചേഴ്സിൻ്റെ നല്ല ഒരു സപ്പോർട്ട്, സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മോൾക്ക്. കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഇത് വളരെ അഭിമാനകരം തന്നെയാണ് ഫിദ റൈഹാൻ്റെ ഈ നേട്ടം. എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് ലഭിക്കുന്ന കുട്ടികൾ ഇതിനു മുൻപും ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വിദ്യാലയത്തിൻ്റെ ജൂബിലി വർഷം കൂടിയാണ്. 25 വർഷം പൂർത്തിയായി ഹയർ സെക്കൻഡറി ഇവിടെ ആരംഭിച്ചിട്ട്. അപ്പോൾ ഈ ജൂബിലി സമ്മാനമായിട്ടാണ് ഫിദ റൈഹാൻ്റെ ഈ നേട്ടം ഞങ്ങൾ കാണുന്നത്.
എറണാകുളം ജില്ലയിൽ കൊമേഴ്സിന് എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് ലഭിച്ചത് ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തിളക്കം വളരെ പ്രാധാന്യം ഞങ്ങളെ സംബന്ധിച്ച് നൽകുന്നുണ്ട്. എല്ലാ അധ്യാപകരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇതിന് കാരണമായത്. പിതയെ സംബന്ധിച്ചാണെങ്കിൽ മിടുക്കിയായ കുട്ടിയാണ്. കാരണം വളരെയേറെ വ്യത്യസ്തയാണ്. എന്നാൽ എല്ലാ കുട്ടികളോടും ഇടപഴകാനും തനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു മടിയും കാണിക്കാറില്ല. അധ്യാപകരുടെ അടുത്താണെങ്കിലും കുട്ടികളുടെ അടുത്താണെങ്കിലും നല്ല രീതിയിലുള്ള പെരുമാറ്റം, ഹാർഡ് വർക്കിംഗ്, അത് ഒരു മടിയുമില്ലാതെ ചെയ്യാൻ പിതയ്ക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നേട്ടത്തിൽ ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ എല്ലാവരുടെയും സന്തോഷം പങ്കുവയ്ക്കുന്നു. മാനേജ്മെൻറ്റും അതിയായ പ്രോത്സാഹനം ഇതിന് നൽകുന്നുണ്ട്. ജൂബിലി വർഷത്തോട് ചേർന്ന് ഒട്ടനവധിയായ കാര്യങ്ങൾ വിദ്യാലയത്തിൽ മാനേജ്മെൻറ്റ് നടപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ ഫിദ റഹ്മാൻ്റെ ഈ നേട്ടം അറിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ തോമസ് നങ്ങേലിമാലിൽ അച്ഛൻ ഫിദയുടെ വീട്ടിലെത്തി അനുമോദനങ്ങൾ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെയും സന്തോഷം ഇവിടെ ഞങ്ങൾ അറിയിക്കുകയാണ്.